ഗുഡ് ഈവനിങ് എവരിബഡി. കുറച്ച് ദിവസമായിട്ട് സ്പീഡൊന്നും വായിക്കാൻ സമയം കിട്ടിയില്ല, ഇച്ചിരി തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവരും പഴയതെല്ലാം 10-40 ഇല്ലായിരുന്നു, എല്ലാം വായിച്ചു എഴുതിയും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് സ്പീഡ് കൂടുതലാണെന്നൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്പീഡ് കൂടുതലല്ല, ഞാൻ 80 വേർഡ് വായിച്ച് നിങ്ങളും 80 വേർഡ് തന്നെ വെച്ചുകൊണ്ടിരിക്കും. സോ ഞാൻ ഇച്ചിരി ഗ്രാജുവലായിട്ട് കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇച്ചിരി കൂട്ടി വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 100 വരെയൊക്കെ എഴുതിയാൽ 80 നല്ല സ്മൂത്തായിട്ട് എഴുതി പോകാൻ പറ്റത്തുള്ളൂ, വോവൽസൊക്കെ ഇട്ട് വേണം. അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് കൂട്ടുന്നത് കേട്ടോ. നിങ്ങളും അതുപോലെ വീട്ടിലിരുന്ന് നന്നായിട്ട് എഴുതി പഠിക്കണം. കോൺട്രാക്ഷൻ, ഗ്രാമലോഗ്, അഡ്വാൻസ്ഡ് ഫ്രേസിയോഗ്രാഫി, പിന്നെ ടെക്സ്റ്റിൻ്റെ 226 എക്സസൈസായിട്ട് കുറേ സ്പെഷ്യൽ വേർഡ്സ് ഓഫ് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ വേർഡ്സൊക്കെ എഴുതിയാൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എഴുതാൻ. അപ്പോൾ അതുമെല്ലാം എഴുതി നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ സ്പീഡ് കിട്ടിക്കോളും. അതുകൊണ്ട് നിങ്ങൾക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകും. അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കും. 80 നമ്മളങ്ങനെ 80 തന്നെ ഇരിക്കും. അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് വേർഡ്സ് എല്ലാം അറിയാവുന്ന വേർഡ്സ്, ഒരുമാതിരിപ്പെട്ട കുറേ വേർഡ്സൊക്കെ ഞാൻ എഴുതിച്ചത് ഉണ്ട്. അതൊക്കെ തന്നെ ഇപ്പം വേർഡ്സ് വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുള്ളൂ. അഥവാ അറിയാൻ വയ്യാത്ത വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ. ഫ്രൂട്ട്ഫുൾ, ഫെർഹാവ്ഡ്, ഫള്ള്. ഫ്രൂട്ട്ഫുൾ, റൈറ്റ് ഫെർഹാവ്ഡ്, ഫള്ള്, ഫ്രൂട്ട്ഫുൾ. കൺഗ്രാജുലേറ്റഡ്, കണ്ടോട്ട് ഗർ, എൽ ടി ഹാവ്ഡ്. കൺഗ്രാജുലേഷനാണ് എൽ ഷൺഹുക്കാണ്. പിന്നെ വാട്ട് സോ എവർ, വാട്ട് എഴുതിയിട്ട് സർക്കുലർസും വിയും എഴുതുക കേട്ടോ. വാട്ട് സോ എവർ. ഫ്രീക്വൻ്റ്ലി, ഫർ, കെ ഹാവ്ഡ്, എൻ ഹുക്ക്, എല്ല്. അവിടെ ക്വായുടെ ആവശ്യമില്ല, മീഡിയൽ സെമി സർക്കിളാണ് അവിടെ എഴുതേണ്ടത്. സ്പീഡ് എഴുതുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഫർ, കെ ഹാവ്ഡ്, എൻ ഹുക്ക്, എല്ല് എഴുതിയാൽ മതി. ഫ്രീക്വൻ്റ്ലി ആണെങ്കിൽ ഇവിടെ പിന്നെ മീഡിയൽ സെമി സർക്കിൾ എഴുതാം. ഫ്രീക്വൻ്റ്ലി. അടുത്തത് പ്രോസ്പെരിറ്റി, പെർ സർക്ലസ് ഡിസ്ജോയിൻ്റ് പി. വീൽസ്, WHWLS, വീൽസ് എന്ന് പറയുമ്പോൾ ലാർജ് ഹുക്ക്, വെള്ളും സർക്ലസും, വീൽസ്. പാട്രിയോട്ടിസം ഉണ്ടോ, പി ടെർഹാവ്ഡ്, സർക്ലസ്, പാട്രിയോട്ടിസം. കോർഡിയാലിറ്റി, KERDLT, കോർഡിയാലിറ്റി. കോർഡിയാലിറ്റി ഇവിടെ കോർഡിയാലിറ്റി, DLT. അടുത്തത് കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞേക്കാം, എന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള സ്പീഡ് വേറെ വായിക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഇതേ പറയണ്ടല്ലോ. അടുത്ത ഫോറിൻ പോളിസി, ഫോറിൻ എഴുതിയിട്ട് പോളിസിക്ക് വേണ്ടി പി ഇൻ്റർസെക്റ്റ് ചെയ്യാം. പാകിസ്ഥാൻ, PK സർക്ലസ് TN എഴുതുക, എന്നിട്ട് താഴെ ലൈൻ കൊടുക്കുക. ഉണ്ടോ, പാകിസ്ഥാൻ. കൊളീഗ്സ്, KL ഗേ സർക്ലസ്, കൊളീഗ്സ്. വെർച്യു, VERTU ഡിഫ്തോങ്, വെർച്യു. അൺവർത്തി, N വേറെ ഇത്ത്. വർത്തി ആണെങ്കിൽ വർത്തി കണ്ടോ, അബ്രിവേറ്റഡ് വേ. അൺവർത്തി ആയതുകൊണ്ട് വേറെ ഇത്ത്. റേയും ഉണ്ട് ഇവിടെ. ഹിദർ ടു, ഹേദർ, പിന്നെ ടു. ഇൻഡൽജ്, NDLJ, ഇൻഡൽജ് കണ്ടോ. ഇൻ്റലിജൻറ്റ്, N ഹാവ്ഡ്, J ഹാവ്ഡ്, N ഹുക്ക്, ഇൻ്റലിജൻറ്റ്. ഇവിടെ ഡിസാസ്റ്റർ, D സർക്ലസ്, സ്ട്രോക്കസ് ഡബിൾഡ് ഉണ്ടോ, ഡിസാസ്റ്റർ. പാട്രിയോസ്, പീറ്റർ ഹാവ്ഡ്, സർക്ലസ്. ഇത്രയേ ഉള്ളൂ. ഇത് ഇനി കുറച്ച് സ്പീഡ് വായിച്ചിട്ട് അടുത്തത് പറഞ്ഞുതരാം. ഓക്കെ, ready, start. Friends, I am really very happy to take part in the Golden Jubilee celebrations of your great organization. 50 years of fruitful service in the history of any unit is a thing to be congratulated.
It is a matter of great joy to you, the workers and the management who have been responsible for taking the organization successfully to the 15th year. I have no doubt whatsoever you will have many more years of useful service to perform. It is really a matter for sincere appreciation that there has not been any strike by the workers or lockout by the management of your organization even for a single day. In these days, when great business concerns and industrial units have to face strikes or declare lockouts frequently, it is rather interesting to know of such a healthy and welcome situation. The workers, office staff, and the employer deserve the praise of everyone who cares for the industrial peace of the country. I hope and trust this trend will continue for many more years. In my view, you have given to the industrial growth of the industry and national welfare in a big way. After all, only when the wheels of the industries more continuously without break, there will be prosperity in the country. This has been made possible by you showing your fairness not to lose any working day either by a strike or a lockout. This is no doubt an act of sincere patriotism. From the papers given to me and also from the welcome address of your managing director, I came to know that the workers are very happy with their service conditions and they have job satisfaction. It has been possible to you to achieve such cordiality because of the workers taking part, not only putting their hard labor to produce the right quality of the product at the right time, but also the management allowing them to take part in the sharing of the profits and also taking part in the actual running of the day-to-day affairs of the unit. This is very essential for the smooth running of any industry. Nowadays, we find a tendency on the part of some employers elsewhere to make the workers toil day and night to enable the unit get huge profits, but do not allow them to enjoy the fruits of their hard labor and they are not given adequate benefits. രണ്ടാമത്തെ സ്പീഡ് വായിക്കണേ. റെഡി. Ladies and gentlemen, I am very glad that you have given me an opportunity to take part in this function. I am very happy because you all belong to a community from which the country was able to derive great profits in the past and from which it hopes to get more in the future. Any person who has had some
association at any time during the post-independence movement must be aware that whenever to help of the business community was sought, they have responded to the appeal. I have special knowledge of how the business community did all that it could for the success of that move and also of the independence movement because I happened to be free and out of prison at that time. On many other occasions also, when an appeal was made to you for your help, your community helped not only by its advice but also in other ways. Thus, your post services to the country makes a call on your services for the help of any of its needs. You will not go behind in any way. You are all aware that this is a time of crisis not only for our country but also for the world also. The government, I am afraid, would not be able to get over all these difficulties by its own efforts alone. It is therefore the duty of every Indian to do what he can to help the government. It is my hope that all of you would give the country the benefit of your experience and would also do all that you can for helping the country at this time of difficulty. I know that in several matters the policy of the government does not agree with your wishes. It is also possible that more differences may arise between the business community and the government. I am happy for having been able to take part in today's function. Your cooperation has been there for a number of years, but it did not so far have a building of its own. I am happy to learn that you are all now taking steps for the building of such an office. It was in the fitness of the things that you should have a building of your own in this city. It is my hope that this work will be done early. I would like to express my thanks to you all for having given an opportunity to express my views on this occasion. Thank you.